ഹായ്, ഏവർക്കും നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ അതായത് PSC ബുള്ളറ്റിൻ ബേസ് ചെയ്തുകൊണ്ടുള്ള കറണ്ട് അഫയേഴ്സിന്റെ ഒരു സീരീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകളാണ് നമ്മൾ ഇന്നും ഡിസ്കസ് ചെയ്യണത്. എന്നും പറയുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചു പോവുക. റിവിഷൻ എന്തായാലും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മുടെ ഫാക്റ്റിലേക്ക് പോവാം. ആദ്യത്തെ കണ്ടിട്ടുണ്ടാവും അല്ലേ, ചിത്രം കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ആരാണ് നമ്മുടെ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് എന്നറിയാം. നമുക്കിപ്പോൾ ചന്ദ്രയാൻ 3 ഒക്കെ വിക്ഷേപിച്ചപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ മുഖം ഒരുപാട് TV-യിലൂടെയും പത്രത്തിൽ കൂടെയും ഒക്കെ കണ്ടാണ്. അതുപോലെ തന്നെ മലയാളിയായിട്ടുള്ള ISRO ചെയർമാൻ എന്നുള്ള രീതിക്കും എന്താണ് ഇദ്ദേഹം പ്രശസ്തനാണല്ലേ. നമ്മൾ TV-യിലൂടെയും പത്രത്തിലൂടെയും ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇദ്ദേഹത്തിന് കിട്ടിയതെന്ന് ചോദിച്ചാൽ വിക്രം സാരാഭായ് സയൻസ് ഫൗണ്ടേഷന്റെ പ്രഥമ വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരം, പ്രഥമം ആദ്യമായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ വിക്രം സാരാഭായ് സയൻസ് ഫൗണ്ടേഷന്റെ പ്രഥമ വിക്രം സാരാഭായ് പുരസ്കാരം ISRO ചെയർമാൻ S സോമനാഥിനാണ്. അപ്പോൾ പ്രഥമം ആദ്യമായിട്ട് കൊടുക്കുന്ന വിക്രം സാരാഭായിയുടെ വിജ്ഞാൻ പുരസ്കാരം ആർക്കാണ്? ഇപ്പോഴത്തെ ISRO ചെയർമാൻ ആയിട്ടുള്ള S സോമനാഥനാണ്. അപ്പോൾ ഇപ്പോഴത്തെ ISRO ചെയർമാൻ ആരാണ് എന്നുള്ള ക്വസ്റ്റ്യൻ വരാം, ആർക്കും അറിയാതിരിക്കില്ല. ആരാണ്? S സോമനാഥാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് വിക്രം സാരാഭായിയുടെ ഇതിൽ കൊടുക്കുന്ന പേരിൽ കൊടുക്കുന്ന വിജ്ഞാൻ പുരസ്കാരം ആർക്കാണ്? ആദ്യമായിട്ട് കൊടുത്ത പുരസ്കാരമാണ് കേട്ടോ. അതും ISRO ചെയർമാനായ S സോമനാഥനാണ്. അപ്പൊ ഇതിൽ ഇനി കൺഫ്യൂഷൻ ഒന്നുമില്ല. ഏത് അവാർഡാണെന്ന് ചോദിച്ചാൽ വിക്രം സാരാഭായ് സയൻസ് ഫൗണ്ടേഷന്റെ പ്രഥമം പറഞ്ഞു വെച്ചാൽ ആദ്യമായിട്ട് കൊടുക്കുന്നതാണ്. ആദ്യ വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരം നേടിയത് ആരാണ്? നമ്മുടെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ISRO ചെയർമാൻ ആരാണ്? S സോമനാഥനാണ്. അപ്പൊ ഇതിൽ ഇനി ഒരു കൺഫ്യൂഷനും വരാൻ പാടില്ല. അടുത്താണ് കലാ, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിൽ സമഗ്ര സംഭാവന നൽകിയ വ്യക്തിക്കുള്ള നിയമസഭാ അവാർഡ്. നിയമസഭ കൊടുക്കുന്ന അവാർഡാണ്. ഏത് മേഖലയിലെ? കലാ, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിൽ സമഗ്ര സംഭാവനയ്ക്ക് കൊടുക്കുന്ന നിയമസഭ, സമഗ്ര സംഭാവനയ്ക്ക് ഒരു വ്യക്തിത്വത്തെ തെരഞ്ഞെടുത്ത് നിയമസഭ നൽകുന്ന അവാർഡ് MT വാസുദേവൻ നായർക്ക്. അപ്പൊ വിക്രം സാരാഭായിയുടെ നാമത്തിൽ കൊടുക്കുന്ന വിജ്ഞാൻ പുരസ്കാരം സോമനാഥനാണെങ്കിൽ കലാ, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിൽ സമഗ്ര സംഭാവന നൽകിയതിന് നിയമസഭാ അവാർഡ് കൊടുക്കും. നൽകിയ വ്യക്തിക്കുള്ള നിയമസഭാ അവാർഡ് ആർക്കാണ്? MT വാസുദേവൻ നായർ. അപ്പൊ MT വാസുദേവൻ നായർക്ക് നിയമസഭ അവാർഡ്. ഓക്കെ, അടുത്ത ഫാക്റ്റ് ആണ് ഇറാനിയൻ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായ രക്തസാക്ഷിത്വത്തിലൂടെ മരണാനന്തര ബഹുമതിയായി യൂറോപ്യൻ യൂണിയന്റെ മനുഷ്യാവകാശ പുരസ്കാരം നേടിയ വനിതയാണ് മഹ്സ അമീനി. അപ്പൊ ഹിജാബ് ധരിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ഒരു ഇടയ്ക്ക് ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇറാനിൽ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഇറാനില് ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായിട്ട് അതിന്റെ കാരണത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച വനിതയാണ് ഇവര്. അവർക്ക് മരണാനന്തര ബഹുമതിയായി എന്ത് കൊടുത്തു? യൂറോപ്യൻ യൂണിയന്റെ മനുഷ്യാവകാശ പുരസ്കാരം ആർക്കാണ്? മഹ്സ അമീനി. ഹിജാബിന്റെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടവർക്ക് രക്തസാക്ഷി ആവേണ്ടി വന്നു. അവർക്ക് മരണാനന്തരം എന്ത് ചെയ്തു? യുണൈറ്റഡ് നേഷൻസ് മനുഷ്യാവകാശ യൂറോപ്യൻ യൂണിയന്റെ കേട്ടോ, യുണൈറ്റഡ് നേഷൻസിന്റെ അല്ല, യൂറോപ്യൻ യൂണിയന്റെ മനുഷ്യാവകാശ പുരസ്കാരം നൽകി. അതാരാണ്? മഹ്സ അമീനി. അപ്പൊ യൂറോപ്യൻ യൂണിയൻ എന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്തിനെതിരെയാണ് അവർ രക്തസാക്ഷിയായത്? ഹിജാബ് വിരുദ്ധ സമരത്തില് രക്തസാക്ഷിയാണ്. മരണാനന്തര ബഹുമതിയായിട്ടാണ് യൂറോപ്യൻ യൂണിയൻ മനുഷ്യാവകാശ പുരസ്കാരം നൽകിയത്. മഹ്സ അമീനി എന്ന് ആലോചിച്ച് വെക്കുക. അടുത്താണ് അമേരിക്കയുടെ പരമോന്നത ശാസ്ത്ര ബഹുമതി ലഭിച്ച ഇന്ത്യൻ വംശജനാണ് അശോക് ഗാഡ്ഗിലും സുബ്ര സുരേഷും. അമേരിക്കയുടെ പരമോന്നത ശാസ്ത്ര ബഹുമതി ലഭിച്ച ഇന്ത്യൻ വംശജരാണ് അശോക് ഗാഡ്ഗിലും സുബ്ര സുരേഷും. അശോക് ഗാഡ്ഗിൽ ആൻഡ് സുബ്ര സുരേഷ് അമേരിക്കയുടെ പരമോന്നത
ശാസ്ത്ര ബഹുമതി, അമേരിക്കയുടെ പരമോന്നത ശാസ്ത്ര ബഹുമതി ലഭിച്ച ഇന്ത്യൻ വംശജരാണ് അശോക് ഗാഡ്ഗിൽ, അതുപോലെ തന്നെ സുബ്ര സുരേഷ്. ഇനി ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ ലീജിയൻ ദ ഹോണർ പുരസ്കാരം ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞയാണ് ലളിതാംബിക, VR ലളിതാംബിക. അപ്പൊ ആരുടെയാണ്? ഫ്രഞ്ച് സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത ബഹുമതിയായ സിവിലിയൻ ബഹുമതിയാണ് കേട്ടോ. ഷെവലിയർ ലീജിയൻ ദ ഹോണർ പുരസ്കാരം ലഭിച്ച ശാസ്ത്രജ്ഞയാണ്, മലയാളി ശാസ്ത്രജ്ഞയാണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. VR ലളിതാംബിക എന്ന് പഠിച്ചു വയ്ക്കുക. ആരാണ് കൊടുക്കുന്നത്? ഫ്രഞ്ച് സർക്കാരിന്റെ സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ ലീജിയൻ ദ ഹോണർ പുരസ്കാരം മലയാളിയായ ലളിതാംബികയ്ക്കാണ്, VR ലളിതാംബിക. സിംഗപ്പൂരിന്റെ പരമോന്നത കലാപുരസ്കാരമായ കൾച്ചറൽ മെഡലിയൻ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വംശജയാണ് മീര ചന്ദ്. ഓക്കെ, അപ്പൊ സിംഗപ്പൂരിന്റെ പരമോന്നത ബഹുമതിയായ കലാപുരസ്കാരമായ കൾച്ചറൽ മെഡലിയൻ പുരസ്കാരം ലഭിച്ചത് മീര ചന്ദിനാണ് കേട്ടോ. കൾച്ചറൽ മെഡലിയൻ പുരസ്കാരം ആരുടെയാണ്? സിംഗപ്പൂരിന്റെ. കലയുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നതാണ് മീര ചന്ദിന്. ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് നേടിയത് ഇന്ത്യൻ വംശജനായ നന്ദിനി ദാസ്, എഴുത്തുകാരി അല്ലെ. അതുപോലെ തന്നെ കോട്ടിംഗ് ഇന്ത്യ, ഇംഗ്ലണ്ട്, മുഗൾ ഇന്ത്യ ആൻഡ് ദി ഒറിജിൻ ഓഫ് എംപറർ എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം. അപ്പൊ ബ്രിട്ടീഷ് അക്കാദമിയുടെ ബുക്ക് പ്രൈസ് നേടിയത് നന്ദിനിയാണ് കേട്ടോ. ഇന്ത്യൻ വംശജയായ നന്ദിനി ദാസ് ആണ്. കോട്ടിംഗ് ഇന്ത്യ, ഇംഗ്ലണ്ട്, മുഗൾ ഇന്ത്യ ആൻഡ് ദി ഒറിജിൻ ഓഫ് ദി എംപയർ. അപ്പോൾ ഏതിനാണ്? കോട്ടിംഗ് ഇന്ത്യ, ഇംഗ്ലണ്ട്, കുറെ രാജ്യങ്ങളുടെയൊക്കെ പേര് വരുന്നതെന്ന് ആലോചിക്കുക. അപ്പോൾ ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് നേടിയത് ഇന്ത്യൻ വംശജ നന്ദിനി ദാസ് ആണ്. ഇന്ത്യ വരണം, ഇംഗ്ലണ്ട് വരണം, ഇതൊക്കെ ഓപ്ഷനിലുണ്ടെങ്കിൽ ആരെയെന്ന് പഠിച്ചു വയ്ക്കുക? നന്ദിത ദാസ് ആണ് എന്ന് പഠിച്ചു വയ്ക്കുക. കോട്ടിംഗ് ഇന്ത്യ, ഇംഗ്ലണ്ട്, മുഗൾ ഇന്ത്യ ആൻഡ് ദി ഒറിജിൻ ഓഫ് എംപയർ എന്നുള്ള അവരുടെ ബുക്കിനാണ് ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് ലഭിച്ചത്. അപ്പൊ ഇന്ത്യയും ഇംഗ്ലണ്ടും വരുന്ന ബുക്ക് കേട്ടോ, അല്ല നമുക്ക് ഇത്രയും ഒന്നും എന്ത് ചെയ്യില്ല, ഓർമ്മ നിൽക്കില്ല. അത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, നമുക്ക് ഇത്രയും ഒന്നും പഠിച്ചാൽ ഓർമ്മ നിൽക്കില്ല. പിന്നെ അത്രയും കറണ്ട് അഫയേഴ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പഠിക്കുന്നവരൊക്കെ ഉണ്ടാവും, അവർക്ക് ഓർമ്മ നിൽക്കും. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യുക, എന്തെങ്കിലും കോഡ് ഉണ്ടാക്കി പഠിക്കുന്നതാണ് നമുക്കൊക്കെ വളരെ പ്രയോജനം. ഇപ്പൊ ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് നേടിയത് നന്ദിനി ദാസ് ആണെന്ന് പഠിച്ചു വയ്ക്കുക. ഇന്ത്യയും ഇംഗ്ലണ്ടും ഒക്കെ ഓപ്ഷനിലുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ മുഗൾ ഇന്ത്യ അല്ലേ, ഇന്ത്യയും ഇംഗ്ലണ്ടും ഒക്കെ ഉള്ള ഒരു ഓപ്ഷനാണ് അവരുടെ കൃതി എന്ന് ആലോചിച്ച് വയ്ക്കുക. ഡച്ച് നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന സ്പിനോസ പുരസ്കാരം 2023 നേടിയ ഇന്ത്യൻ വംശജയാണ് ജോയിത ഗുപ്ത. അപ്പൊ ജോയിത ഗുപ്തയാണ് ഡച്ചിലെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന സ്പിനോസ പുരസ്കാരം 2023 നേടിയ ഇന്ത്യൻ വംശജയാണ് ജോയിത ഗുപ്ത. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ 2022 കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? അഗ്രോ ഫോറസ്ട്രി വിദഗ്ധനും ഫ്ലോറിഡ സർവകലാശാലയിലെ ഡിസ്റ്റിങ്ക്യൂഷ്ഡ് പ്രൊഫസറുമായ PK രാമചന്ദ്രൻ നായരാണ്. 2022 കാര്യമാണ് പറഞ്ഞത്, ഇതിനു മുമ്പൊക്കെ 23 കാര്യമാണ് പറഞ്ഞത്. വർഷം നോട്ട് ചെയ്ത് വെക്കണം. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ 2022 കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? PK രാമചന്ദ്രൻ നായരാണ്. അദ്ദേഹം ആഗ്രോ ഫോറസ്ട്രി വിദഗ്ധനും അതുപോലെ തന്നെ ഫ്ലോറിഡ സർവകലാശാലയിലെ ഡിസ്റ്റിങ്ക്യൂഷ്ഡ് പ്രൊഫസറുമായ PK രാമചന്ദ്രനാണ് എന്ത് കിട്ടിയത്? നമ്മുടെ സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ 2022 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത്. അപ്പൊ നമ്മൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യാണ് ഇത്രയും ഭാഗം, കാരണം ഇത്രയും ഭാഗം ഒരു ടഫായിട്ടുള്ള ഒരു ഭാഗമാണല്ലേ. അപ്പോൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യാണ്. അമേരിക്കയുടെ പരമോന്നത ശാസ്ത്ര ബഹുമതി ലഭിച്ച ഇന്ത്യൻ വംശജൻ ഗാഡ്ഗിലും അതുപോലെ തന്നെ സുബ്ര സുരേഷും. ഇനി ലളിതാംബികയ്ക്ക് എന്താണ് കിട്ടിയത്? ഫ്രഞ്ച് സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ ലീജിയൻ ദ
ഹോണർ എന്ന പുരസ്കാരം ലളിതാംബികയ്ക്കാണ്. സിംഗപ്പൂരിന്റെ പരമോന്നത കലാബഹുമതിയായ കൾച്ചറൽ മെഡൽ പുരസ്കാരം ലഭിച്ചത്, കൾച്ചറൽ മെഡലിയൻ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വംശജയാണ് ഈ മീരാചന്ദ്. സിംഗപ്പൂരിന്റെ മീരാചന്ദ്. ഫ്രഞ്ചിന്റെ ആർക്കാണ്? ലളിതാംബികയ്ക്ക് കേട്ടോ. അവർക്ക് എന്താണ്? ഷെവലിയർ ലീജിയൻ ദ ഹോണർ ആണ്. ഇവർക്കാണെങ്കിൽ കലാപുരസ്കാരമായ കൾച്ചറൽ മെഡലിയൻ പുരസ്കാരമാണ്. ഇനി ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് നൽകിയത് നന്ദിനി ദാസിനാണ്. ഇംഗ്ലണ്ട് ഇന്ത്യ എന്നൊക്കെ കണ്ടുവച്ച ആ ബുക്കാണെന്ന് എഴുതുക. ഏതാണ് ബുക്കിന്റെ പേര്? കോട്ടിംഗ് ഇന്ത്യ, ഇംഗ്ലണ്ട്, മുഗൾ ഇന്ത്യ ആൻഡ് ദി ഒറിജിൻ ഓഫ് എംപയർ എന്ന ബുക്കിനാണ്. ഓക്കെ. ഡച്ച് നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നത്, അപ്പൊ ഡച്ച് നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നത് എന്താണെന്ന് പഠിക്കണം. സ്പിനോസ പുരസ്കാരം, അത് 2023 ജോയ്ത ഗുപ്തയ്ക്കാണ് എന്നും പഠിക്കണം. ഇനി സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ 2022 കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? രാമചന്ദ്രൻ നായരാണെന്ന് പഠിച്ച് വെക്കുക. അടുത്താണ് കേരള മീഡിയ അക്കാദമിയുടെ ഇന്ത്യൻ മീഡിയ പേഴ്സൺ പുരസ്കാരം കരൺ ഥാപ്പറിനാണ് കേട്ടോ. അപ്പൊ കരൺ ഥാപ്പറിനാണ് കേരള മീഡിയ അക്കാദമിയുടെ ഇന്ത്യൻ മീഡിയ പേഴ്സൺ പുരസ്കാരം കരൺ ഥാപ്പർ പ്രഗത്ഭ പങ്ക്തി എഴുത്തുകാരനും TV അവതാരകനാണ് കരൺ ഥാപ്പർ. എന്താണ് അദ്ദേഹത്തിന് കിട്ടിയത്? കേരളത്തിന്റെ മീഡിയ അക്കാദമിയുടെ പേഴ്സൺ പുരസ്കാരം ലഭിച്ചത് കരൺ ഥാപ്പറിനാണ്. അദ്ദേഹം ഒരു പങ്ക്തി എഴുത്തുകാരനും TV അവതാരകനുമാണ്. രവീഷ് കുമാർ NDTV മുൻ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ് കേട്ടോ. അപ്പൊ രണ്ടാമത്തെ ആളാണ് രവീഷ് കുമാർ, NDTVയുടെ മുൻ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആണ്. മികച്ച പ്രാദേശിക പത്രപ്രവർത്തനത്തിനുള്ള ഡോക്ടർ മൂർക്കന്നൂർ നാരായണൻ അവാർഡ്. അപ്പൊ മൂർക്കന്നൂർ നാരായണൻ അവാർഡ് എന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ മികച്ച പ്രാദേശിക ലെവലില് പത്രപ്രവർത്തനത്തിന് കൊടുക്കുന്ന മികച്ച പുരസ്കാരമാണ് മൂർക്കന്നൂർ നാരായണൻ അവാർഡ്. അതാർക്കാണ്? B അശോക്, മാതൃഭൂമി പത്രത്തിന്റെ B അശോകിനാണ് ലഭിച്ചത്. അപ്പൊ മൂർക്കന്നൂർ നാരായണൻ അവാർഡ് ആർക്കാണ്? B അശോകനാണ് മൂർക്കൻ. ഓക്കെ. അപ്പൊ മൂർക്കന്നൂർ നാരായണൻ അവാർഡ് B അശോകൻ, മാതൃഭൂമി. ഇനി മീഡിയയുടെ അക്കാദമി ഓഫ് ഇന്ത്യൻ മീഡിയ പേഴ്സൺ, കേരള മീഡിയ അക്കാദമിയുടെ ഇന്ത്യൻ മീഡിയ പേഴ്സൺ പുരസ്കാരം കരൺ ഥാപ്പ ആൻഡ് രവീഷ് കുമാർ. കരൺ ഥാപ്പ പ്രഗത്ഭ പങ്ക്തി എഴുത്തുകാരനും TV അവതാരകനുമാണ്. രവീഷ് കുമാർ NDTVയുടെ മുൻ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആണ്. ഓക്കെ. അടുത്താണ് CH മുഹമ്മദ് കോയയുടെ പേരിൽ അദ്ദേഹത്തിന്റെ കുടുംബം ആരംഭിച്ച, അപ്പൊ CH മുഹമ്മദ് കോയയുടെ പേരിൽ അദ്ദേഹത്തിന്റെ കുടുംബം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ആ CH മുഹമ്മദ് കോയ ഫൗണ്ടേഷന്റെ ആദ്യത്തെ പുരസ്കാരം യൂസഫ് അലിക്കാണ് കിട്ടിയത്. MA യൂസഫ് അലി ലുലുവിന്റെ ലുലു എന്നുള്ള സ്ഥാപനത്തിന്റെ ആളാണ് അല്ലെ, ലുലു. അപ്പൊ CH മുഹമ്മദ് കോയയുടെ പേരിൽ കുടുംബം ആരംഭിച്ച CH മുഹമ്മദ് കോയ ഫൗണ്ടേഷന്റെ പുരസ്കാരം, പ്രഥമ പുരസ്കാരമാണ് ആദ്യമായിട്ട് കിട്ടുന്നത്. ആർക്കാണ്? യൂസഫ് അലി, MA യൂസഫ് അലി. കാണാത്തവരാരും ഉണ്ടാവില്ല അല്ലെ ഇപ്പൊ. അപ്പൊ അദ്ദേഹത്തിന് എന്താണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ മുഹമ്മദ് കോയയുടെ പേരിൽ കുടുംബം ഏർപ്പെടുത്തിയ CH മുഹമ്മദ് കോയ പ്രഥമ പുരസ്കാരം MA യൂസഫ് അലി എന്ന് പഠിച്ച് വയ്ക്കുക. അടുത്താണ് ദേവസ്വത്തിന്റെ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം. അപ്പൊ ദേവസ്വം ബോർഡ് നൽകുന്ന ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം മധുരൈ TN ശേഷഗോപാലനാണ് ദേവസ്വത്തിന്റെ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം. ദേവസ്വം ബോർഡ് നൽകുന്ന ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം ആർക്കാണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ മധുരൈ ശേഷഗോപാലൻ. മികച്ച സാമൂഹിക പ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയതാണ് പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചത് മേധാ പട്കർക്കാണ്. മികച്ച സാമൂഹിക പ്രവർത്തകർക്കായിട്ട് ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം ആർക്കാണ്? മേധാ പട്കർ ട്ടോ. മേധാ പട്കറിനാണ് ഉമ്മൻചാണ്ടിയുടെ പേരിൽ കൊടുത്ത ആദ്യത്തെ അവാർഡ് ലഭിച്ചത്.
അടുത്തത് സംസ്ഥാന സർക്കാരിന്റെ വയോജന സേവന പുരസ്കാരം. സംസ്ഥാന സർക്കാരിന്റെ വയോജന സേവന പുരസ്കാരം നടൻ മധുവിനും ചെറുവയൽ രാമനുമാണ്. സംസ്ഥാന സർക്കാരിന്റെ വയോജന സേവന പുരസ്കാരം, വയോജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ള പുരസ്കാരം അല്ലേ, അത് നമ്മുടെ നടനായ മധുവിനും അതുപോലെ തന്നെ ചെറുവയൽ രാമനുമാണ് കിട്ടിയത്. അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ വയോജന സേവന പുരസ്കാരം ആർക്കാണ്? മധുവിനും ചെറുവയൽ രാമനും. ഈ CH മുഹമ്മദ് കോയയുടെ പ്രഥമ അവാർഡ് ആർക്കാണ്? MA യൂസഫ് അലിക്കാണ് എന്ന് പഠിച്ചു വയ്ക്കുക. ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഏർപ്പെടുത്തിയ, അതായത് സാമൂഹ്യ സേവനത്തിന് മികച്ച സാമൂഹിക പ്രവർത്തകർക്ക് ഏർപ്പെടുത്തിയ ഉമ്മൻചാണ്ടി പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാണ്? മേധാ പട്കറിനാണ്. ദേവസ്വം ബോർഡിന്റെ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം മധുരൈ TN ശേഷഗോപാലനാണ്. അടുത്താണ് 2023 നോബൽ. അപ്പോൾ ഇത് വരാനുള്ള സാധ്യത നമുക്ക് എന്തായാലും ഉണ്ട് അല്ലേ, ഉറപ്പായിട്ടും നമുക്ക് കറണ്ട് അഫയേഴ്സിന് 1 മാർക്ക് നേടിത്തരുന്ന ഒരു ടോപ്പിക് ആയിരിക്കും എന്ത്? നോബൽ പ്രൈസ് എന്നുള്ളത്. അതിലേത് വർഷം ചോദിക്കുമെന്നൊന്നും നമുക്ക് ഉറപ്പില്ല. പക്ഷെ എന്ത് ചെയ്യണം, 2021 ഇല്ലെങ്കിൽ 2022, 2023 ഒക്കെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ 2023 നോബൽ സമ്മാന ജേതാക്കളെയാണ് ഇവിടെ പറയുന്നത്. വൈദ്യശാസ്ത്രം, ഇനിയിപ്പോൾ 2 പേരുണ്ട് 3 പേരുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ചോദിക്കാതിരിക്കുകയൊന്നുമില്ല. കഴിഞ്ഞ LD എക്സാമിനൊക്കെ കണ്ടതാണ്, 2 പേര് വന്നാലും 3 പേര് വന്നാലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അപ്പോൾ 2023 നോബൽ സമ്മാന ജേതാക്കൾ വൈദ്യശാസ്ത്രം. വൈദ്യശാസ്ത്രത്തിന് ആരൊക്കെയാണ്? കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് വെയ്സ്മാൻ ആയിരിക്കണമെങ്കിൽ എന്ത് വേണം? ആരോഗ്യം വേണം അല്ലേ. അപ്പോൾ വെയ്സ്മാൻ ആയിരിക്കണമെങ്കിൽ എന്ത് വേണം? ആരോഗ്യം വേണം. അപ്പോൾ ആരോഗ്യം, വൈദ്യശാസ്ത്ര രംഗം. വൈദ്യശാസ്ത്ര രംഗത്ത് ഒന്നാമത്തെ ആള് വെയ്സ്മാൻ ആണ് അല്ലേ. ഇനി എന്തുകൊണ്ടാണ്, അതായത് വൈദ്യശാസ്ത്രം കാരണം വെയ്സ്മാനായി. അപ്പൊ കാരിക്കോ വൈദ്യശാസ്ത്രം, കാരിക്കോ വെയ്സ്മാൻ, വൈദ്യശാസ്ത്രം കാരിക്കോ വെയ്സ്മാൻ. ഒരു ശരിയായ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോഡൊന്നും അല്ല, എങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എക്സാമിന് 1 മാർക്ക് ചിലപ്പോൾ കിട്ടാം. ഓക്കെ, അതുകൊണ്ടാണ്. അല്ലാതെ ഇപ്പം നമ്മൾ കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ എന്നൊന്നും പഠിച്ചു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഓർമ്മ നിൽക്കില്ല. അതുകൊണ്ട് വെയ്സ്മാൻ ആയിരിക്കണമെങ്കിൽ എന്ത് വേണം? ആരോഗ്യം വേണം. അപ്പോൾ വൈദ്യശാസ്ത്രം കാരിക്കോ, വൈദ്യശാസ്ത്രം കാരണമാണ് എന്ന് ആലോചിക്കുക. അപ്പോൾ അവിടെ കാരി എന്ന് വരില്ലേ. അപ്പോൾ കാരിക്കോ വൈദ്യശാസ്ത്രം, കാരിക്കോ വെയ്സ്മാൻ, വൈദ്യശാസ്ത്രം കാരിക്കോ വെയ്സ്മാൻ. പഠിച്ചോ? ലിങ്ക് കിട്ടിയോ? വൈദ്യശാസ്ത്രം കാരണം എന്ന് ആലോചിച്ചാൽ മതി. വൈദ്യശാസ്ത്രം കാരിക്കോ വെയ്സ്മാൻ, കാരണം എന്നുള്ളത് കാരിക്കോ എന്നാക്കിയിട്ടാ. അപ്പോൾ വെയ്സ്മാനും കാരിക്കോനെയും കണ്ടുവച്ചാൽ എവിടെയാണ്? വൈദ്യശാസ്ത്രം. വൈദ്യശാസ്ത്രം കാരണം എന്ത് ചെയ്തു? വെയ്സ്മാനായി. ഓക്കെ, വൈദ്യശാസ്ത്രം കാരിക്കോ വെയ്സ്മാൻ. വെയ്സ്മാൻ ആണ് കേട്ടോ, വെയ്സ്മാൻ അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ. അടുത്ത ഭൗതികശാസ്ത്രം. ഭൗതികശാസ്ത്രം പിയറി, ഫെറൽ ആൻഡ് ലൂലിയെ. അപ്പോൾ പിയറി, ഫെറൽ ആൻഡ് ലൂലിയെ. പിയറി അഗോസ്റ്റിനി, ഫെറൽ ക്രൗസ് ആൻഡ് ലൂലിയെ. അപ്പോൾ ഭൗതികശാസ്ത്രം പിയറി ഒക്കെ എന്താണ്? പിയറി ക്യൂരി, മേരി ക്യൂരി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. 2 എണ്ണത്തിനും എന്ത് വാങ്ങിച്ചതാണ് അവർ? ഫിസിക്സിനും കെമിസ്ട്രിക്കും നോബൽ പ്രൈസ് വാങ്ങിച്ചതാണ് അല്ലേ. അപ്പോൾ പിയറി ക്യൂരി എന്ന് ആലോചിച്ച് വയ്ക്കുക. പിയറി, ക്രൗസ്, ലൂലിയെ. പിയറി, ക്രൗസ്, ലൂലിയെ. അപ്പോൾ പിയറി എന്താണ്? ക്രൗസ്, ലൂലിയെ, ഇവരൊക്കെയാണ് ഭൗതികശാസ്ത്രം. ഭൗതികശാസ്ത്രത്തിന് നോബൽ വാങ്ങിച്ചതാണ് ഇത് ക്യൂരി അല്ലേ, ഭൗതികശാസ്ത്രത്തിന് രസതന്ത്രത്തിന്. അപ്പോൾ പിയറി, ക്രൗസ്, ലൂലിയെ. അതൊരു കോഡാക്കി പഠിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല, എങ്കിലും ആ പിയറി എന്നുള്ള പേര് നമുക്ക് എങ്ങനെ ആലോചിക്കാം? പിയറി ക്യൂരി, മേരി ക്യൂരി, അവർ 2നും നോബൽ പ്രൈസ്. മേരി ക്യൂരി ആണ് കേട്ടോ 2നും നോബൽ പ്രൈസ് വാങ്ങിച്ചത്, അവരുടെ ഭർത്താവാണ് പിയറി ക്യൂരി. അപ്പോൾ ആ പിയറി അവിടെ അങ്ങനെ ആലോചിക്കുക. ക്രൗസ്, അതുപോലെ തന്നെ ആൻ ലൂലിയെ. അപ്പോൾ ഇവരൊക്കെ ഭൗതികശാസ്ത്രത്തിനാണ്. അപ്പോൾ അല്ലെങ്കിൽ ഒരു പേരെങ്കിലും പഠിച്ചു വയ്ക്കുക. പിയറി, ഫെറൻ, ലൂലിയെ. അടുത്ത ഭാഗം വരുമ്പോൾ നമുക്കറിയാലോ. അപ്പോൾ പിയറി, ക്രൗസ്, ലൂലിയെ പഠിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? പിയറി, ഫെറർ ആൻഡ് ലൂലിയെ എന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ പിയറി, ഫെറർ, ലൂലിയെ ഇവർക്കൊക്കെ എന്താണ്? ഫിസിക്സിനാണ് കിട്ടിയത്. വൈദ്യശാസ്ത്രം ആർക്കൊക്കെയാണ്? വൈദ്യശാസ്ത്രം കാരിക്കോ വെയ്സ്മാൻ, പിയറി, ലൂലിയെ, അതുപോലെ തന്നെ ക്രൗസ് ഏതിനാണ്? ഭൗതിക ശാസ്ത്രത്തിനാണ്. അടുത്ത രസതന്ത്രമാണ്. ലൂയിസ് അലക്സി മൗഗ്ലി.
ലൂയിസും അലക്സിയും മൗഗ്ലിയും. ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ എക്കിമോവ്, മൗഗ്ലി ജി ഭാവണ്ടി. അപ്പോൾ ഈ ആദ്യത്തെ നെയിം മാത്രം പഠിക്കുക. ലൂയിസ് അലക്സി മൗഗ്ലി ഇവർക്ക് എന്തിനാണ്? രസതന്ത്രത്തിന് കേട്ടോ. അപ്പോൾ രസതന്ത്രത്തിന് ലൂയിസ് മൗഗ്ലിയൊക്കെ വന്നു കഴിഞ്ഞു വെച്ചാൽ മൗഗ്ലി ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണമെന്ന് ആലോചിക്കുക. രസതന്ത്രമായിട്ട് ലൂയിസ് മൗഗ്ലി അലക്സി രസതന്ത്രം. ഇനി സാഹിത്യമാണെങ്കിൽ യോൺ ഫോസെ സാഹിത്യം യോൺ ഫോസെ. സമാധാനം മുഹമ്മദി നർഗസ് മുഹമ്മദിക്ക് എപ്പോഴും എന്താണ്? സമാധാനമാണ്. മുഹമ്മദിക്ക് സമാധാനമാണ്. സാമ്പത്തിക ശാസ്ത്രം ക്ലോഡിയ ഗോൾഡ് സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടല്ലേ. അപ്പോൾ ആ ഗോൾഡ് കണ്ടാൽ നമ്മൾ ഏതിനു ബന്ധപ്പെട്ട് എഴുതണം? നമ്മുടെ എക്കണോമിക്സിന് നോബൽ പ്രൈസ് കിട്ടിയതാണ്. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രം ഗോൾഡിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സാമ്പത്തിക ശാസ്ത്രം. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രം ഗോൾഡിൻ. ഇനി സമാധാനം മുഹമ്മദിക്ക് എപ്പോഴും എന്താണ്? സമാധാനം. ഇനി രസതന്ത്രമാണെങ്കിൽ അലക്സി അതുപോലെ തന്നെ ലൂയിസ്. ഇനി ഫിസിക്സ് ആണെങ്കിൽ പിയറി, ക്രൗസ്, ലൂലിയെ. വൈദ്യശാസ്ത്രമാണെങ്കിൽ വെയ്സ്മാൻ അതുപോലെ തന്നെ കാരിക്കോ. ഓക്കെ. സാഹിത്യമാണെങ്കിൽ യോൺ ഫോസെ. ഇത്രയും പേരുകൾ എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത് സാമ്പത്തിക ശാസ്ത്രം വളരെ എളുപ്പമാണ്. ഗോൾഡ് കണ്ട സാമ്പത്തിക ശാസ്ത്രം ഇതാ. ഓക്കെ. സാമ്പത്തിക ശാസ്ത്രം മുഹമ്മദിക്ക് എപ്പോഴും സമാധാനമാണ്. യോൺ ഫോസയ്ക്കാണ് സാഹിത്യം. മൗഗ്ലി അലക്സി ലൂയിസ് ആണ് രസതന്ത്രം. അതായത് രസതന്ത്രം ലൂയിസ് അലക്സി മൗഗ്ലി. ഇനി അടുത്തത് ഭൗതിക ശാസ്ത്രമാണെങ്കിൽ പിയറി, ഫെറൽ ആൻഡ് ലൂലിയെ. വൈദ്യശാസ്ത്രമാണെങ്കിൽ കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ. ഓക്കെ. അപ്പോൾ ഇത്രയും പേരുകൾ പഠിച്ച് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 പേര് ഒക്കെ ഉണ്ട് വരില്ല എന്ന് ഒട്ടും വിചാരിക്കരുത്. എല്ലാം പഠിക്കണം. ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും വൈദ്യശാസ്ത്രമാണെങ്കിലും അതുപോലെ തന്നെ സാഹിത്യമാണെങ്കിലും സമാധാനമാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും പഠിക്കണം. ഓക്കെ. അടുത്താണ് ബാലൻഡിയോർ പുരസ്കാരം. നമുക്കറിയാമല്ലോ, റീസെൻ്റ് ആയിട്ട് ഫുട്ബോളിൽ എന്ത് വന്നു വെച്ചാലും ഈ ആൾക്കാണ് കിട്ടുന്നത്, ഈ വ്യക്തിത്വത്തിനാണ് കിട്ടുന്നത്. ആരാണ്? നമ്മുടെ അർജന്റീനിയൻ ക്യാപ്റ്റൻ ആയിട്ടുള്ള ലയണൽ മെസ്സിയാണ് അല്ലേ. മികച്ച പുരുഷന്മാർ ചോദിക്കുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. ഫുട്ബോളിൽ എന്ത് ചോദിച്ചു വെച്ചാലും ഏകദേശം ആൻസർ ആർക്ക് തന്നെയായിരിക്കും? ലയണൽ മെസ്സിക്ക് തന്നെയാണ്. മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള 2023 ബാലൻഡിയോർ പുരസ്കാരം ലയണൽ മെസ്സിക്ക്. വനിത ചോദിക്കുമ്പോൾ നമ്മൾ പഠിക്കണം. വനിതാ വിഭാഗത്തിൽ സ്പാനിഷ് താരം എയ്റ്റാന ബോൺ മാർട്ടിനാണ് കേട്ടോ. ബോൺ മാർട്ടിയാണ്. അപ്പോൾ മികച്ച പുരുഷ താരം ആരാണ്? ലയണൽ മെസ്സിയും. വനിതാ വിഭാഗം സ്പാനിഷ് താരമാണ് എയ്റ്റാന ബോൺ മാർട്ടിയാണ് ജേതാവ്. മികച്ച സ്ട്രൈക്കർക്കുള്ള പുരസ്കാരം എർലിൻ ഹാലൻഡും. അതുപോലെ തന്നെ മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം എമിലിയാനോ മാർട്ടിനസും നേടി. മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള പുരസ്കാരം വിനീഷ്യസ് ജൂനിയർ നേടി. മാഞ്ചസ്റ്റർ സിറ്റിയാണ് മികച്ച പുരുഷ ടീം. FC ബാഴ്സലോണയാണ് മികച്ച വനിതാ ടീം. അപ്പം മികച്ച പുരുഷ ടീം ആരാണ്? മികച്ച പുരുഷ ടീം മാഞ്ചസ്റ്റർ സിറ്റി. ബാഴ്സലോണയാണ് മികച്ച വനിതാ ടീം. അപ്പം മികച്ച പുരുഷ ടീം ഏതാണ്? മാഞ്ചസ്റ്റർ സിറ്റി. ബാഴ്സലോണയാണ് മികച്ച വനിതാ ടീം. അത് കിട്ടിയല്ലോ. മികച്ച ബാലൻഡിയോർ പുരസ്കാരം നേടിയ മെൻ ആരാണ്? ലയണൽ മെസ്സി. ഇനി സ്ത്രീ ആരാണ്? വനിത ആരാണെന്ന് ചോദിച്ചു വെച്ചാൽ സ്പാനിഷ് താരമായ എയ്റ്റാനയാണ് മികച്ച വനിതാ താരം. ഇനി സ്ട്രൈക്കർക്കുള്ളത് എർലിൻ ഹാളൻഡ് ആണ് സ്ട്രൈക്കർ. ഗോൾ കീപ്പറാണ് എമിലിയാനെ മാർട്ടിനസ്. മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള പുരസ്കാരം വിനീഷ്യസ് ജൂനിയർ നേടി. ഓക്കെ. പിന്നെ മികച്ച പുരുഷ ടീം മാഞ്ചസ്റ്ററും മികച്ച വനിതാ ടീം ബാഴ്സലോണയുമാണ്. ഏഷ്യയുടെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന റമൺ മാഗ്സസൈ പുരസ്കാരം 2023 നേടിയ ഇന്ത്യക്കാരനാണ് രവി കണ്ണൻ. ഓക്കെ. രവി കണ്ണൻ മാഗ്സസൈ പുരസ്കാരം 2023. അപ്പോൾ ഏഷ്യയുടെ നോബൽ എന്നറിയപ്പെടുന്ന റമൺ മാഗ്സസൈ അവാർഡ് 2023 രവി കണ്ണനാണ് എന്ന് ഓർത്തു വയ്ക്കുക. ലതാ മങ്കേഷ്കർ പുരസ്കാരം നേടിയ പിന്നണി ഗായകനാണ് സുരേഷ് വാഡ്കർ ആണ് ലതാ മങ്കേഷ്കർ പുരസ്കാരം നേടിയ
പിന്നണി ഗായകൻ. ലതാ മങ്കേഷ്കർ പുരസ്കാരം നേടിയ പിന്നണി ഗായകനാണ് സുരേഷ് വാഡ്കർ. 2023 പത്മപ്രഭ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രൻ. 2023 പത്മപ്രഭ ജേതാവ് സുഭാഷ് ചന്ദ്രൻ. 2023 ദേവരാജൻ ശക്തിഗാഥ പുരസ്കാരം നേടിയത് എം ജയചന്ദ്രനാണ് കേട്ടോ. അപ്പൊ ഇവിടെ തൊട്ട് ഒന്നും കൂടെ റിവൈസ് ചെയ്യാണ്. ഏഷ്യയുടെ നോബൽ എന്നറിയപ്പെടുന്ന റമൺ മാഗ്സസെ അവാർഡ് 2023 രവി കണ്ണനാണ് എന്ന് ആലോചിച്ച് വെക്കാം. ലതാ മങ്കേഷ്കറിന്റെ പുരസ്കാരം, ലതാ മങ്കേഷ്കർ പാട്ടുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന് പിന്നണി ഗായിക എന്നുള്ള രീതിക്കാണ് മികച്ചു നിൽക്കുന്നത്. അപ്പൊ പിന്നണി ഗായിക എന്നുള്ളതിൽ നമ്മൾ അവാർഡ് കൊടുത്തത് സുരേഷ് വാഡ്കറിനാണ്. ഇനി പത്മപ്രഭ പുരസ്കാരം സുഭാഷ് ചന്ദ്രനാണ്. പത്മപ്രഭ പുരസ്കാരം 2023 പത്മപ്രഭ പുരസ്കാരം ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. 2023 പത്മപ്രഭ പുരസ്കാരം സുഭാഷ് ചന്ദ്രൻ. സുഭാഷ് ചന്ദ്രൻ. അടുത്തത് 2023 ദേവരാജൻ ശക്തിഗാഥ. ദേവരാജന്റെ സംഗീതത്തിൽ എന്ന് പറയില്ലേ, അപ്പൊ ദേവരാജൻ ശക്തിഗാഥ പുരസ്കാരം ജേതാവ് പിന്നണി ഗായകനായ എം ജയചന്ദ്രനാണ് കേട്ടോ. ദേവരാജൻ ശക്തിഗാഥ പുരസ്കാര ജേതാവ് എം ജയചന്ദ്രൻ. സുകുമാർ അഴീക്കോട് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ജോർജ് ഓണക്കൂർ. സുകുമാർ അഴീക്കോടിന്റെ പേരിൽ കൊടുക്കുന്ന സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ജോർജ് ഓണക്കൂർ ആണ്. സുകുമാർ അഴീക്കോടിന്റെ സാഹിത്യ പുരസ്കാരം ജോർജ് ഓണക്കൂറിന്. ശക്തിഗാഥ ദേവരാജൻ ശക്തിഗാഥ പുരസ്കാര ജേതാവ് എം ജയചന്ദ്രൻ. സുഭാഷ് ചന്ദ്രന് 2023 പത്മപ്രഭ പുരസ്കാരം. അതുപോലെ തന്നെ സുരേഷ് വാഡ്കറിനാണ് ലളിതാ മങ്കേഷ്കറുടെ പേരിൽ കൊടുക്കുന്ന അവാർഡ്. അതുപോലെ രവി കണ്ണൻ എന്താണ്, ഏഷ്യയിലെ നോബൽ എന്നറിയപ്പെടുന്ന റമൺ മാഗ്സസെ പുരസ്കാരം ആർക്കാണ്? രവി കണ്ണനാണ്. ഓക്കെ. ജോർജ് ഓണക്കൂറിന് എന്താണ്? സുകുമാർ അഴീക്കോടിന്റെ സാഹിത്യ പുരസ്കാരം. 2023 വി ആർ കൃഷ്ണയ്യർ പുരസ്കാരം. 2023 വി ആർ കൃഷ്ണയ്യർ പുരസ്കാരം ആർക്കാണ്? ഉമ്മൻചാണ്ടി. 2023 വി ആർ കൃഷ്ണയ്യർ പുരസ്കാരം ഉമ്മൻചാണ്ടി. 2022 ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരത്തിന് അർഹനായ മലയാളി ഗവേഷകനാണ് കെ ടി ബിജു. ഡോക്ടർ കെ ടി ബിജു. 2022 ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡിന് അർഹനായ മലയാളി ഗവേഷകനാണ് ബിജു, കെ ടി ബിജു. ഡോക്ടർ കെ ടി ബിജു. 2022 വർഷം നോട്ട് ചെയ്യണം. ഇവിടെ ഉമ്മൻചാണ്ടിക്ക് 2023 വി ആർ കൃഷ്ണയ്യർ അവാർഡ് കിട്ടിയത്. ഇവിടെ 2022 ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരത്തിന് അർഹനായ മലയാളി ഗവേഷകൻ ആരാണ്? ഡോക്ടർ കെ ടി ബിജു ആണ് എന്ന് ഓർത്ത് വെക്കുക. സിവിസ് പുരസ്കാരം 2023 സിവിസ് പുരസ്കാരം 2023 നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് സുമേഷ് ശശിധരൻ. സിവിസ് പുരസ്കാരം 2023 നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് ഡോക്ടർ സുമേഷ് ശശിധരൻ. 2023 മലയാറ്റൂർ പുരസ്കാരം മുരുകൻ കാട്ടാക്കട. മലയാറ്റൂർ പുരസ്കാരം 2023 മലയാറ്റൂർ പുരസ്കാരം നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കണം. മലയാറ്റൂർ പുരസ്കാരം മുരുകൻ കാട്ടാക്കട. ഈ വർഷത്തെ ഭരണഭാഷാ പുരസ്കാരങ്ങളിൽ ഏറ്റവും മികച്ച ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മലപ്പുറമാണ്. ഈ വർഷത്തെ ഭരണഭാഷാ പുരസ്കാരങ്ങളിൽ ഏറ്റവും മികച്ച ജില്ലയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മലപ്പുറം. അപ്പോൾ ഇവിടുന്ന് ഒന്ന് റിവൈസ് ചെയ്യാണ്. ഈ വർഷത്തെ ഭരണഭാഷാ പുരസ്കാരത്തിൽ ഏറ്റവും മികച്ച ജില്ലയായി തിരഞ്ഞെടുത്തത് മലപ്പുറത്തെയാണ്. മുരുകൻ കാട്ടാക്കടയ്ക്കാണ് 2023 മലയാറ്റൂർ പുരസ്കാരം. സുമേഷ് ശശിധരൻ സിവിസ് പുരസ്കാരം 2023 നേടിയ ഇന്ത്യക്കാരൻ. അതുപോലെ തന്നെ കെ ടി ബിജുവിനാണ് 2022 ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരത്തിന് അർഹനായ മലയാളി ഗവേഷകൻ. ഉമ്മൻചാണ്ടിക്കാണെങ്കിൽ വി ആർ കൃഷ്ണയ്യരുടെ പേരിലുള്ള പുരസ്കാരം 2023. സുകുമാർ അഴീക്കോട് സാഹിത്യ പുരസ്കാരം ജോർജ് ഓണക്കൂറിനാണ്. ഇനി ദേവരാജൻ ശക്തിഗാഥ പുരസ്കാരം എം ജയചന്ദ്രനാണ്. പത്മപ്രഭ പുരസ്കാരം സുഭാഷ് ചന്ദ്രനാണ് 2023. ലതാ മങ്കേഷ്കർ പുരസ്കാരം നേടിയ പിന്നണി ഗായകനാണ് സുരേഷ് വാഡ്കർ. ഇന്ത്യയുടെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന റമൺ മാഗ്സസെ പുരസ്കാരം 2023 രവി കണ്ണനാണ് ലഭിച്ചത്. അടുത്താണ്
സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം ഡോക്ടർ SK വസന്തൻ. എഴുത്തച്ഛൻ പുരസ്കാരം ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം വസന്തനാണ്. എഴുത്തച്ഛൻ വസന്തനാണ് പ്രാവശ്യം കിട്ടിയത്. SK വസന്തൻ. ചിലപ്പോൾ ഇനിഷ്യൽ വരെ വെച്ചിട്ട് എന്ത് ചെയ്യുക, അവർ ചോദിക്കാം SK വസന്തൻ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം. അതായത് സാഹിത്യ രംഗത്ത് സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയാണ് എഴുത്തച്ഛൻ അവാർഡ്. അത് ലഭിച്ചത് ആർക്കാണ്? വസന്തനാണ്. SK വസന്തനാണ്. ഈ വർഷത്തെ ബുക്കർ സമ്മാനം ഐറിഷ് സാഹിത്യകാരൻ പോൾ ലിഞ്ച് പ്രോഫിറ്റ് സോങ് എന്ന നോവലിന്റെ രചയിതാവാണ്. ഓക്കെ, ഈ വർഷത്തെ ബുക്കർ സമ്മാനം ആർക്കാണ്? ഐറിഷ് സാഹിത്യകാരനായ പോൾ ലിഞ്ച് കേട്ടോ. ഐറിഷ് സാഹിത്യകാരനായ പോൾ ലിഞ്ചിനാണ്. പ്രോഫിറ്റ് സോങ് എന്ന നോവലിന്റെ രചയിതാവാണ്. അടുത്താണ് സാഹിത്യത്തിനുള്ള ഈ വർഷത്തെ JCB പുരസ്കാരം നേടിയ തമിഴ് എഴുത്തുകാരനാണ് പെരുമാൾ മുരുകൻ. തമിഴ് പുസ്തകം ആലണ്ട പാച്ചിയുടെ ഇംഗ്ലീഷ് വിവർത്തനമായ ഫയർ ബേർഡിനാണ് പുരസ്കാരം. ഫയർ ബേഡിനാണ് പുരസ്കാരം. ഓക്കെ, ഫയർ ബേർഡിനാണ് പെരുമാൾ മുരുകൻ സാഹിത്യത്തിനുള്ള ഈ വർഷത്തെ JCB പുരസ്കാരം നേടിയ തമിഴ് എഴുത്തുകാരനാണ് പെരുമാൾ മുരുകൻ. തമിഴ് പുസ്തകം ആലണ്ട പാച്ചിയുടെ ഇംഗ്ലീഷ് വിവർത്തനമായ ഫയർ ബേർഡിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. ഈ വർഷത്തെ ബുക്കർ സമ്മാനം ഐറിഷ് സാഹിത്യകാരൻ പോൾ ലിഞ്ച് പ്രോഫിറ്റ് സോങ് എന്ന ചിത്രത്തിന്റെ രചയിതാവാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഫാക്ട്സ് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പഠിച്ച് പോകണം. ഓക്കെ അല്ലേ? അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.